പത്തര മാറ്റിടണമെങ്കിൽ ആദർശും നയനയും മടങ്ങിയെത്തിയതിൻ്റെ സന്തോഷത്തിൽ അനന്തപുരി. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, മുത്തശ്ശൻ വലിയൊരു സർപ്രൈസ് തന്നെയാണ് എല്ലാവർക്കും പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ആർക്കും ആരാണ് എന്തിനാണ് ഇവിടേക്ക് വരുന്നതെന്നൊന്നും അറിയുകയുമില്ല. ഇവിടെ വീട് അലങ്കാരങ്ങളൊക്കെ തുടങ്ങുമ്പോൾ നവ്യ ആദ്യം ചോദിക്കുന്നുണ്ട് ആരാണ് വരുന്നതെന്ന്. അപ്പോഴാണെങ്കിൽ നമ്മുടെ ജാനകിയും നമ്മുടെ ഇവളും പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല, മുത്തശ്ശൻ ഒന്നും പറഞ്ഞില്ല, വീട് അലങ്കരിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറയുന്നു. അപ്പോഴേക്കും നവ്യയുടെ അടുത്ത് അഭി വന്ന് ചോദിക്കുന്നുണ്ട് ആരാ നവ്യ വരുന്നത്, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ എനിക്കും അറിയില്ല, മുത്തശ്ശൻ്റെ വാക്ക് കേട്ട് ചെയ്യുന്നതാണ് എല്ലാം എന്ന് പറയുമ്പോൾ എങ്കിൽ ശരി ഞാനും കൂടാമെന്ന് പറഞ്ഞ് ആദർശിൻ്റെയും നയനയുടെയും മടങ്ങി വരവാണെന്ന് പോലും അറിയാതെ അഭിയും അതിനായിട്ട് കുറച്ച് എഫേർട്ട് എടുക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോഴേക്കും ചെണ്ടക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഏതോ VIP കാര്യങ്ങളൊക്കെയാണ് വരുന്നതെന്ന്, കമ്പനിയുടെ വലിയ ആൾക്കാർ, അതായത് ഷെയർ തരുന്നവരൊക്കെയാണ് വരുന്നതെന്ന് വിചാരിച്ച് ഇങ്ങനെ പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഉടനെ തന്നെ ചെണ്ടകൊട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അങ്ങനെ ചെണ്ടകൊട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശൻ തൻ്റെ കമ്പനിയുടെ എല്ലാമാണ് ഈ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് വരുവാൻ പറയുന്നതും, കാറ് തുറന്ന് ആദ്യം തന്നെ നയന ഇറങ്ങുമ്പോൾ ആദ്യത്തെ ഷോക്ക്, ആദർശം കൂടി ഇറങ്ങുമ്പോൾ രണ്ടാമത്തെ ഷോക്ക് ലഭിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. ഒടുവിൽ മുത്തശ്ശനെ വന്ന് ആദർശ് കെട്ടിപ്പിടിക്കുകയും തുടർന്ന് മുത്തശ്ശൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ ആദർശും നയനയും അനന്തപുരിയിലേക്ക് വലത് കാൽ വെച്ച് കയറുമ്പോൾ നമ്മുടെ ജാനകി വളരെ വിഷമത്തിലാണ്. ദേവയാനിക്കൊക്കെ നല്ല സന്തോഷമാണ് എന്ന് കാണാനായിട്ട് കഴിയും, സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.